നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. ഞാൻ കേരളം വിട്ട് പോകാൻ തീരുമാനിച്ചു. ഇവിടെ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഞാൻ ഡൽഹിയിലോ ബോംബെയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ജോലി റെഡിയാക്കി തരണം. ഞാൻ വരാൻ തയ്യാറാണ്. കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ട്രെയിനിൽ കയറാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, മൊത്തം പ്രശ്നമാണ് ഇവിടെ. ഒരു 5 വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വെച്ചപ്പം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മനസമാധാനമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇന്നലെ എനിക്ക് ബസ്സിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. ഞാൻ പോയില്ല. ബസ്സിൽ പോകാൻ എനിക്ക് 20 രൂപ പോയിൻ്റാണ്. പക്ഷേ ഞാൻ ടാക്സി പിടിച്ച് ഞാൻ പോയി. പോട്ടെ, പൈസ പോകണമെങ്കിൽ പോട്ടെ, നമുക്ക് മാനമാണ് വലുത്. പൈസ ഇല്ലെങ്കിൽ ബസ്സിൽ കയറാൻ നടന്നു പോകണം. അങ്ങനെ നമ്മൾ ആണുങ്ങളെ മാനം നിങ്ങൾ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. മനസമാധാനമായിട്ട് ഒരു ലോങ് യാത്രയൊക്കെ ഒരു 2-3 അടിച്ചിട്ട് ട്രെയിനിൽ കയറി ഉറങ്ങിപ്പോകാമെന്ന് വെച്ചാൽ ഊത്ത് മിഷ്യൻ കൊണ്ട് ഊതിപ്പിച്ച് പെറ്റിയും കേസും. തെറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ ശിക്ഷിക്കുക. സ്പോട്ടിൽ നിങ്ങൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. സൈലൻ്റായിട്ട് ഒരു 2-3 അടിച്ചിട്ട് കിടന്നുറങ്ങി യാത്ര ചെയ്യുന്നവരൊക്കെ എന്തിനാണ് ബുദ്ധിമുട്ടി വിളിച്ചുണർത്തി ഊതിപ്പിക്കണത്? എന്നിട്ട് കേസും എടുത്ത് ആ സ്റ്റേഷനിൽ തന്നെ ഇറക്കി വിടുകയും ചെയ്യും. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കിയാണ്. ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? എൻ്റെ അമ്മോ, ബസ്സിലൊന്ന് യാത്ര ചെയ്യല്ലേ, നമ്മളെ മാനമാണ് വലുത്. അതുകൊണ്ട് ഇവിടെ വല്ല ബോംബെയിലോ ഡൽഹിയിലുള്ള ആരെങ്കിലും കാണണമെങ്കിൽ എനിക്ക് അവിടെ ഏതെങ്കിലും ജോലി റെഡിയാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ വരാം. എന്ത് ലോകമാണ്, നശിച്ച ലോകം. നിങ്ങൾ ഈ ബോംബെയിലൊക്കെ യാത്ര പോകുമ്പം അവിടെ എന്ത് തിരക്കെന്നറിയാമോ? ഈ ബസ്സായാലും ട്രെയിനായാലും അത് ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ്റെ അടുത്ത് സ്ത്രീയും മടിയിലൊക്കെ ഇരുന്നൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അവർക്കൊരു പ്രശ്നമില്ല. ഇവിടെ ഇത് ചെറിയൊരു സ്പർശം അങ്ങനെ പ്രശ്നമാക്കിയിട്ട് ചിത്രീകരിച്ച് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ 38 വയസ്സുള്ള ആ പുള്ളിക്കാരൻ മരിച്ച്. ഭയങ്കര വിഷമമുള്ള ഒരു ദിവസം. സത്യം പറഞ്ഞ കൂട്ടുകാരെ, 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ. അത് നമ്മളൊരു കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ട ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. ഈ ക്രൂരത ചെയ്ത ലേഡി, അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് ഒരു നാണക്കേടാ. ഇവിടുത്തെ കോടതി നിയമവും നിന്നെ വെറുതെ വിട്ടാലും ദൈവത്തിൻ്റെ ഒരു കോടതി ഉണ്ട് മോളെ. അവിടെ നിനക്ക് പണി വച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോടതിയിൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും പോരാഞ്ഞിട്ട് 1 കോടിയിലേറെ വരുന്ന ജനങ്ങളുടെ പ്രാക്ക്. നീ ഈ പാവക്ക് എവിടെ ചെന്ന് തീർക്കും? നിൻ്റെ തലമുറ 5-6 തലമുറ താണ്ടിയാൽ പോലും ഈ ശാപം നിനക്ക് തീരില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ അമ്മയുടെ അച്ഛൻ്റെ കണ്ണീര്, ആ കണ്ണീരിൻ്റെ പവറിൽ നീയൊക്കെ വെന്ത് ഉരുവി പോവും. ഓക്കെ, ഇവിടെ എനിക്ക് ഇത്രേ പറയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.